നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവർക്കും ചോദ്യം വന്ന വഴിയെ എന്ന ഈ ഒരു സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മുൻകാല പരീക്ഷകളിൽ ചോദിച്ച CSEB മാത്രമല്ല PSC പരീക്ഷകളിലും അതുപോലെ തന്നെ മറ്റ് എക്സാമുകളിലും ഒക്കെ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണെന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ലോയിലും സഹകരണത്തിലും ഒക്കെ ആയിട്ട് മാറി മാറി ചോദിച്ച സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. 143/2024 എന്ന കേരള ബാങ്കിന് ചോദിച്ച, അതായത് റീസെൻ്റ് ആയിട്ട് നടന്ന കേരള ബാങ്ക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നിവിടെ വിശകലനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി എൻ്റെ ഈ ഒരു ചോദ്യം വന്ന വഴിയെ എന്ന് പറയുന്ന ഈ ഒരു സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്കൊന്ന് കിടക്കാം. ആദ്യ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് കണ്ടീഷൻസ് ആർ ടു ബി മെറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് purchase of shares by society using principal state partnership fund or subsidiary state partnership fund. അപ്പോൾ അതിൽ ഒന്നാമത്തത് പ്രയർ ഗവൺമെൻറ് അപ്രൂവൽ ഇൻ റൈറ്റിംഗ്. അടുത്ത രണ്ടാമത്തത് ലയബിലിറ്റി ഷുഡ് ബി ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് എമൗണ്ട് പെയ്ഡ് ഓഫ് സച്ച് ഷെയർസ്. 3, ഗവൺമെൻറ് അപ്രൂവൽ ഈസ് ടു ബി സോട്ട് വിത്തിൻ ദ ടൈം ഗിവൺ. 4, ലയബിലിറ്റി ഓഫ് ദ സൊസൈറ്റി ഹൂസ് ഷെയർസ് ആർ ബ്രോഡ് മേ ബി ലിമിറ്റഡ് ഓർ അൺലിമിറ്റഡ് ബട്ട് വിത്ത് ദ ഗവൺമെൻറ് അപ്രൂവൽ. അല്ലേ, നമുക്ക് പരിശോധിക്കാം. പ്രത്യേകിച്ച് ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. അന്ന് നമ്മളിത് വായിച്ച സമയത്ത് നമുക്ക് വളരെ വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഇന്ന് നമുക്കതൊന്ന് പരിശോധിച്ച് പോകാം. ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് എടുത്ത് പരിശോധിക്കുക. ആദ്യം നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അതിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നമ്മൾ തെറ്റാണോ കണ്ടുപിടിക്കേണ്ടത് ശരിയാണോ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആദ്യം അവർ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ ടു ബി മെറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഷെയർസ്, റെസ്പെക്ട് ഓഫ് പർച്ചേസ് ഓഫ് ഷെയർസ്. അല്ലേ, പർച്ചേസ് ഓഫ് ഷെയർസുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ താഴെ പറയുന്ന കണ്ടീഷനുകളിൽ ഏതൊക്കെ കണ്ടീഷനുകളാണ് നമ്മൾ ഒത്തുചേരുന്നത് എന്ന് പരിശോധിക്കണം. അപ്പോൾ ശരിയായിട്ടുള്ളവയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അല്ലേ, അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ മനസ്സിൽ പതിഞ്ഞു, ശരിയായിട്ടുള്ളത് കണ്ടുപിടിക്കുക. ഇനി ഓരോന്നും വായിച്ചു നോക്കി അത് വിശകലനം ചെയ്ത് അപ്പോൾ തന്നെ അതിനെ എന്ത് ചെയ്യുക, മാറ്റുക, ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അപ്പോൾ ശരിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളതാണ് മനസ്സിൽ പതിയേണ്ടത്. അപ്പോൾ ഒന്ന് പ്രയർ ഗവൺമെൻറ് അപ്രൂവൽ ഇൻ റൈറ്റിംഗ്. അല്ലേ, ഒന്നാമത്തത് പ്രയർ ഗവൺമെൻറ് അപ്രൂവൽ ഇൻ റൈറ്റിംഗ് എന്നാണ്. പ്രയർ ഗവൺമെൻറ് അപ്രൂവൽ ഇൻ റൈറ്റിംഗ് എന്താണ്? ഗവൺമെൻറ് അപ്രൂവൽ ആദ്യമേ തന്നെ മേടിച്ച് വെക്കണം എന്നുള്ളത്. അല്ലേ, ശരിയായിട്ട് നമുക്ക് പറയാമെന്നുള്ളൊരു കാര്യമാണ്. അടുത്ത രണ്ടാമത്തത് ലയബിലിറ്റി ഷുഡ് ബി ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് എമൗണ്ട് പെയ്ഡ് ഓഫ് സച്ച് ഷെയർസ്. നമ്മൾ മേടിക്കുന്ന ഷെയറുകളുടെ ലയബിലിറ്റികളെല്ലാം ലിമിറ്റഡ് ആയിരിക്കണം. അല്ലേ, അതും ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഗവൺമെൻറ് അപ്രൂവൽ ഈസ് ടു ബി സോട്ട് വിത്തിൻ ടൈം ഗിവൺ. അല്ലേ, കുറച്ച് വളരെ പരിമിതമായിട്ടുള്ള സമയത്തിനുള്ളിൽ തന്നെ ഗവൺമെൻറ് അംഗീകാരം നൽകണം എന്ന് പറയുന്നു. നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലയബിലിറ്റി ഓഫ് സൊസൈറ്റി ഹൂസ് ഷെയർസ് ആർ ബ്രോഡ് മേ ബി ലിമിറ്റഡ് ഓർ അൺലിമിറ്റഡ് ബട്ട് വിത്ത് ഗവൺമെൻറ് അപ്രൂവൽ. അല്ലേ, ലിമിറ്റഡ് ഷെയറുകളും വാങ്ങാം, അൺലിമിറ്റഡുകളും വാങ്ങാം, പക്ഷേ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോടുകൂടി മാത്രമേ വാങ്ങാൻ സാധിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വളരെ ഓപ്റ്റായിട്ട് തോന്നുന്ന 2 ഓപ്ഷൻസാണ്, 1ഉം 2ഉം. അല്ലേ, അപ്പോൾ നമുക്ക് അതാണോ ഒന്ന് പരിശോധിക്കാം. അല്ലേ, ഓപ്ഷൻ 1 and 2 only, 1 and 2 only. ഓപ്ഷൻ എ ആണ് നമ്മൾ പറയുന്ന ഉത്തരം. ഒന്ന് പരിശോധിക്കാം. അതെ, കറക്റ്റായിട്ടുള്ള ഉത്തരമാണ്. അല്ലേ, എന്താണ്? ഓപ്ഷൻ 1 and 2 only എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഒരുപാട് തവണ വായിക്കാനോ അല്ലെങ്കിൽ തന്നെ അതിനെ വിശകലനം ചെയ്യാനോ ഒന്നും സമയമില്ല. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഇതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമ്മൾ വായിക്കുന്നതിന് വേണ്ടി ചിലവാകും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ ഒരു വായനയിൽ തന്നെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ ആദ്യം ഒരു തവണ വായിച്ചതിലൂടെ നമുക്കത് ശരിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായി. അല്ലേ, റൈറ്റ് ആയിട്ടുള്ള ആൻസേഴ്സാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായി. രണ്ടാമത്തെ വായനയിലൂടെ എന്തോന്നാണ് നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരിയെന്നും ഏതൊക്കെയാണ് തെറ്റെന്നും തരംതിരിക്കാൻ പറ്റി. ഓക്കെ അല്ലേ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. കേസ് കാർഡ് ബാങ്കിനകത്തും അതുപോലെ തന്നെ നമ്മുടെ കേരള ബാങ്കിലുമൊക്കെ സിലബസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള എടുത്തു പറഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത് ഈ ഫണ്ടുകളെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും 1 മുതൽ 3 ചോദ്യങ്ങൾ വരെ ഈ ഫണ്ടെന്ന് പറയുന്ന മേഖലയിൽ നിന്നും ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾ പഠിക്കുമ്പോൾ ഈ ഫണ്ടെന്ന് പറയുന്ന മേഖലയ്ക്ക് ഊന്നൽ കൂടുതൽ നൽകിക്കൊണ്ട് വേണം എന്ത് ചെയ്യാൻ, പഠിക്കാൻ. അപ്പോൾ അതിൽ നോക്കാം, നമുക്ക് ചാപ്റ്റർ 6 KCS ആക്ടിൻ്റെ ചാപ്റ്റർ 6 ഫണ്ടിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നത്. ഫണ്ടെന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ഫണ്ടുകളുണ്ട്.
ഓൺഡ് ഫണ്ടുണ്ട്, സ്റ്റേറ്റ് ഫണ്ടുണ്ട്, സ്റ്റേറ്റ് എയ്ഡ് ഉണ്ട് അല്ലേ, അങ്ങനെ പല തരത്തിലുള്ള ഫണ്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ 6 KCS ആക്ടിൻ്റെ ചാപ്റ്റർ 6-നകത്താണ് ഫണ്ടിനെ പറ്റിയിട്ട് നമ്മൾ പ്രതിപാദിക്കുക. ഫണ്ടെന്ന് പറയുന്നത് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് എത്തുന്ന ഫണ്ടിനെ നമ്മൾ പല രീതിയിൽ വിന്യസിക്കുന്നു. അങ്ങനെ വിന്യസിക്കുന്ന ഫണ്ട് പല കാര്യങ്ങൾക്കും പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. അതാണ് ഇതിൻ്റെ ചുരുക്കത്തിലുള്ള ഒരു ചാപ്റ്ററിൻ്റെ ചുരുക്കത്തിലുള്ള ഒരു ആമുഖമാണ് ഞാനിവിടെ പറഞ്ഞത്. നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. അപ്പോൾ ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത് സെക്ഷൻ 44-നകത്താണ് നമ്മൾ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിനെ പറ്റിയിട്ട് പറയുന്നത്. നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 42, 43, 44, 45 ഇത് മുൻകാല പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ KS കാർഡ് ബാങ്കിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് ഏതെന്ന് പറയുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഭാഗമായിരുന്നു ഇതെന്ന് പറയുന്നത്. ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ്, ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ്, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, ഇങ്ങനെയാണ് നമ്മൾ അതിനെ തരംതിരിക്കുന്നത്. 42, 43, 44, 45. ഓക്കെ, ഡിപ്സ് എന്ന് നമുക്ക് ഇതിനെ ചുരുക്കത്തിൽ എന്ത് ചെയ്യാം, ഷോർട്ട് ഫോം ആക്കി പഠിച്ചു വയ്ക്കാം. കഴിഞ്ഞ KS കാർഡ് പരീക്ഷയ്ക്ക് മാച്ച് ദ ഫോളോയിങ് ആയി ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡയറക്റ്റ് പാർട്ണർഷിപ്പ്, ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ്, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, പിന്നെ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടും മനസ്സിലാക്കുക. ആദ്യം നമ്മൾ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിനെ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ. 44, 45 എന്നീ സെക്ഷനുകളിലായാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് അതുപോലെ തന്നെ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്നിവയെ പറ്റിയിട്ട് നമ്മൾ പറയുന്നത്. ആദ്യം തന്നെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിനെ പറ്റിയിട്ട് പറയുമ്പോൾ അപ്പെക്സ് സൊസൈറ്റികളാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലേ. അതായത് ഗവൺമെൻറ്റിന് ലഭിക്കുന്ന തുക ഗവൺമെൻറ് അപ്പെക്സ് സൊസൈറ്റികൾക്ക് കൈമാറി അപ്പെക്സ് സൊസൈറ്റികളിലൂടെ മറ്റ് സഹായ വാഗ്ദാനങ്ങൾ ചെയ്യുന്നതിനെയാണ് വിനിയോഗിക്കുന്ന ഫണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത് സർക്കാർ നൽകുന്ന തുക കൊണ്ട് ഒരു അപ്പെക്സ് സഹകരണ സംഘം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫണ്ടിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത്. ഇനി ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നും പണം ഉപയോഗിച്ചുകൊണ്ട് സെൻട്രൽ സൊസൈറ്റികൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫണ്ടിൻ്റെ പേരാണ് ഏതെന്ന് പറയുന്നത് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഓക്കെ, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നും ഉള്ള പണം ആർക്ക് കൊടുക്കുന്നു, സെൻട്രലിന് കൊടുക്കുന്നു. സെൻട്രൽ അത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നു, മറ്റൊരു ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിൻ്റെ പേരാണ് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. സെക്ഷൻ 45-ലാണ് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുക, പ്രതിപാദിക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 46 അപ്രൂവൽ ഓഫ് ഗവൺമെൻറ് ഫോർ പർച്ചേസ് ഓഫ് ഷെയർസ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്രൂവൽ ഓഫ് ഗവൺമെൻറ് ഫോർ പർച്ചേസ് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് സർക്കാരിൽ നിന്നും അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഷെയറുകൾ മേടിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. കാരണം ഈ പണമെന്ന് പറയുന്നത് സർക്കാരിൻ്റെ കയ്യിൽ നിന്നും വരുന്ന പണമാണ്. അപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ നിന്നും വരുന്ന പണത്തെ വിനിയോഗിക്കണമെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെക്ഷൻ 46 അനുസരിച്ച് നോ ഷെയർസ് ഇൻ എ സൊസൈറ്റി ഷാൽ ബി പർച്ചേസ്ഡ് ഫ്രം ദ മണി ഇൻ ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് ആൻഡ് സബ്സിഡറി വിത്തൗട്ട് ദ പ്രയർ സാങ്ഷൻ ഓഫ് ഗവൺമെൻറ്റിൽ നിന്നും മുന്നനുവാദമില്ലാതെ യാതൊരു രീതിയിലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഫണ്ടുകളിൽ നിന്നും പണം എടുത്തുകൊണ്ട് മേടിക്കാൻ കഴിയില്ല, ഷെയറുകൾ മേടിക്കാൻ കഴിയില്ല എന്നാണ് നമ്മുടെ 46 എന്ന് പറയുന്ന സെക്ഷനകത്ത് പറയുന്നത് കേട്ടോ. ഈ 47 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ലയബിലിറ്റി ടു ബി ലിമിറ്റഡ്. അങ്ങനെ ഒരു പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നോ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നോ പണം ഉപയോഗിച്ചുകൊണ്ട്, അതിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മേടിക്കുന്ന ഷെയറുകൾ എന്ന് പറയുന്നത് എപ്പോഴും ലിമിറ്റഡ് ആയിട്ടുള്ള ഷെയറുകൾ മാത്രമേ നമുക്ക് മേടിക്കാൻ കഴിയൂ എന്നാണ് അല്ലേ. ലിമിറ്റഡാണ്, അതായത് അവരുടെ ഒരു എക്സ്റ്റെൻറ്റ് വരെ മാത്രമേ അവരുടെ ലയബിലിറ്റി നിലനിൽക്കുന്നുള്ളൂ. പേഴ്സണൽ അസറ്റ്സ് ഒന്നും ലയബിൾ ആകുന്നില്ല, ഒരു എക്സ്റ്റെൻറ്റ് വരെ അപ് ടു എ ലിമിറ്റാണ് അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഷെയറുകൾ മാത്രമേ മേടിക്കാൻ കഴിയൂ. കാരണം ഈ പണമെന്ന് പറയുന്നത് ആരുടെ പണമാണ്, അത് സർക്കാരിൻ്റെ പണമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഷെയറുകൾ മേടിക്കുന്നതിൽ വളരെയധികം ചെയ്യേണ്ടതുണ്ട്, ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ലിമിറ്റഡ് മാത്രമേ മേടിക്കാൻ കഴിയൂ. അതിനകത്ത് ലാസ്റ്റ്, അതായത് ഈ ക്വസ്റ്റ്യൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്, ലിമിറ്റഡ് ഓർ ലിമിറ്റഡോ മേടിക്കാം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനെ സാധിക്കില്ല. ഒന്നുകിൽ ലിമിറ്റഡ് മാത്രമേ നമുക്ക് മേടിക്കാൻ കഴിയൂ. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് ഏതെങ്കിലും ഷെയറുകൾ പർച്ചേസ് ചെയ്യുന്നത് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അപ്പെക്സ് സൊസൈറ്റിയോ അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റിയോ ആണ് അല്ലെ, PSPFൽ നിന്നോ SSPFൽ നിന്നോ ആണെങ്കിൽ ദ ലയബിലിറ്റി എന്ന് പറയുന്നത് അതായത് ദ ലയബിലിറ്റി ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് ഷെയർസ് ഷാൾ ഇൻ ദ ഇവൻറ്റ് ഓഫ് സൊസൈറ്റി ബീങ് വൂണ്ട് അപ്പ് ബി ലിമിറ്റഡ് ടു ദ എമൗണ്ട് പെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് ഷെയർസ് അല്ലേ. ലയബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏതെന്ന് പറയുന്നത്
ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്തതാണ്, പരിശോധിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വീണ്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ്. ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റിലേറ്റഡ് ടു ദ നാച്ചർ ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓക്കെ, കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ സ്റ്റേറ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്, സ്റ്റേറ്റ്മെൻറ്റുകളാണ് താഴെ തന്നിട്ടുള്ളത്. യു ആർ റിക്വയർഡ് ടു ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പതിപ്പിക്കുക, തെറ്റായത് കണ്ടെത്തുക, തെറ്റായത് കണ്ടെത്തുക, തെറ്റായത് കണ്ടെത്തുക. ഇത് മനസ്സിൽ ഇങ്ങനെ പതിപ്പിക്കുക, തെറ്റായത് കണ്ടെത്തുക എന്ന് പഠിക്കുക. അപ്പോൾ അതിനകത്ത് എന്നിട്ട് ആദ്യത്തെ ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം. ഞാൻ ഈ പറയുന്ന രീതിയിലാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻ വായിക്കുന്ന രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ദ ഗവൺമെൻറ് മേ സബ്സ്ക്രൈബ് ടു ഷെയർ ക്യാപിറ്റൽ ഓഫ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഓൺലി. സർക്കാർ ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സൊസൈറ്റികളുടെ ഷെയറുകൾ മാത്രമേ മേടിക്കാറുള്ളൂ. ശരിയാണ്, ഒന്നാമത്തെ കാര്യം അത് ശരിയാണ് അല്ലേ. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തെറ്റാണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത 2, ദ ഗവൺമെൻറ് ഈസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു ഡിവിഡൻഡ് ഓൺ ഷെയർസ് ഓഫ് എനി സച്ച് സൊസൈറ്റി. സർക്കാരിന് സൊസൈറ്റികളുടെ പക്കലിൽ നിന്നുള്ള ഷെയറുകളുടെ പുറത്ത് ഡിവിഡൻഡ് ഒരിക്കലും കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് എത്രാമത്തെയാണ്? ഇത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് എന്താണ്, അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം 2 ഉള്ള ഓപ്ഷൻസ് നമുക്ക് ഉറപ്പിക്കാം അല്ലേ. അപ്പോൾ 2 ഉള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എയിൽ 2 ഉണ്ട്, ബിയിൽ 2 ഉണ്ട്, സിയിൽ 2 ഉണ്ട്. അപ്പോൾ നമുക്ക് ഡി എ എന്തായാലും എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്ത് കളയാം. ബാക്കി ഇനി 3 ഉണ്ട് അല്ലേ. ഇനി അടുത്ത് പറയുന്നത് ദ ഗവൺമെൻറ് മേ പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു എ സൊസൈറ്റി ഫോർ ദ പർച്ചേസ് ഓഫ് ഷെയർസ് ഇൻ അതർ സൊസൈറ്റീസ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള എന്താണ് ഷെയർസ് ഉള്ള സൊസൈറ്റിക്കാണ് ഗവൺമെൻറ് കൂടുതൽ സഹായം നൽകുന്നത് അല്ലേ. അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്കത് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം 3 ഉള്ള കാര്യം അല്ലെങ്കിൽ 1 ഉള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ 1 ശരിയാണ് അല്ലേ, നമുക്ക് കണ്ടെത്തേണ്ടത് തെറ്റാണ്. അപ്പോൾ 1 ഉള്ള ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കളയാം. എ എലിമിനേറ്റ് ചെയ്തു, പിന്നെ അതുപോലെ തന്നെ ഡിയും നമ്മൾ എലിമിനേറ്റ് ചെയ്തു, ബിയും സിയും ഉണ്ട് അല്ലേ. അപ്പോൾ ബിയിൽ പറയുന്നത് എന്താണ്, മൂന്നാമത്തെ കാര്യമാണ് ഏത് പറയുന്നത്, ബിയിൽ പറയുന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് നമുക്ക് അതിനെയും എലിമിനേറ്റ് ചെയ്ത് കളയാം. കാരണം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കണ്ടെത്തേണ്ടത് തെറ്റുകളെയാണ് അല്ലേ. അപ്പോൾ മൂന്നാമത്തതിനെ ഒഴിവാക്കി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണോ എന്നൊന്ന് പരിശോധിക്കുക അല്ലേ. കറക്റ്റാണ്, ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇത്തരം ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയാണ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താ, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഈസ് പ്രൊവൈഡഡ് ബൈ അപ്പെക്സ് സൊസൈറ്റി ടു സെൻട്രൽ സൊസൈറ്റി. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത് അപ്പെക്സ് സൊസൈറ്റി സെൻട്രൽ സൊസൈറ്റി കൊടുക്കുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. തെറ്റാണ് അല്ലേ, നമുക്കറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് 44 അനുസരിച്ചുള്ള പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ അപ്പെക്സ് സൊസൈറ്റീസ് ആണോ സെൻട്രൽ സൊസൈറ്റീസിന് കൊടുക്കുന്നത് അല്ലേ. അപ്പെക്സ് സൊസൈറ്റീസ് ആണോ സെൻട്രൽ സൊസൈറ്റീസിന് കൊടുക്കുന്നത്? അല്ല, ഗവൺമെൻറ് അപ്പെക്സിന് കൊടുക്കുന്ന ഫണ്ടാണ് ഏതെന്ന് പറയുന്നത്, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഫാക്റ്റുകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ 42 ഞാൻ പറഞ്ഞതുപോലെ 42, 43, 44, 45 ഇതെന്ന് പറയുന്നത് എന്തുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ്, ഫണ്ടുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ചുരുക്കത്തിലെ നമ്മൾ ഡിപ്സ് എന്ന് പഠിച്ചു വെച്ചു അല്ലേ. ഡയറക്റ്റ് പാർട്ണർഷിപ്പ്, ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ്, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. അങ്ങനെ ഇതിനെ എന്തായി നമ്മൾ 4 കാര്യങ്ങളാക്കി എന്ത് ചെയ്തു, പഠിച്ചു വെച്ചു. ഡിപ്സ് എന്നാണ് ഇതിനെ ചുരുക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, വിശേഷിപ്പിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് നോക്കാം പിള്ളേരെ, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അല്ലേ. എന്താ പറയുന്നത്, സെക്ഷൻ 42 ഡയറക്റ്റ് പാർട്ണർഷിപ്പാണ് എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. അതെ, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി അടുത്ത് പറയുന്നത് ഗവൺമെൻറ് ഒരു ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സൊസൈറ്റിയുടെ ഷെയർ ക്യാപിറ്റലിനെ ഡയറക്റ്റായി എന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു അല്ലേ. സർക്കാർ ഡയറക്റ്റായി എന്ത് ചെയ്യുന്നു, ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സൊസൈറ്റികളുടെ ഷെയറുകൾ പർച്ചേസ് ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റ് പാർട്ണർഷിപ്പ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, വിശേഷിപ്പിക്കുക. ഇനി ഗവൺമെൻറ് ഷാൽ നോട്ട് ബി എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് ഡിവിഡൻഡ് അല്ലേ. എന്താണ്, അറ്റ് എ റേറ്റ് ഹയർ ദാൻ എന്താണ്, സച്ച് ഡിവിഡൻഡ്. അപ്പോൾ ആദ്യത്തെ പോർഷൻസ് മാത്രം വായിച്ചിട്ട് പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ഇത് തെറ്റാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. ഒന്നുകൂടെ വ്യക്തമായിട്ട് വായിച്ചു നോക്കി അതിനകത്ത് മനസ്സിലാവും എന്താണ്, ഗവൺമെൻറ്റിന് ഡിവിഡൻഡ് കിട്ടത്തില്ല അല്ലേ, അറ്റ് എ റേറ്റ് ഹയർ ദാൻ എനി അതർ മെമ്പർ. മറ്റുള്ള അംഗങ്ങൾക്ക് കിട്ടുന്ന അതേ തുക മാത്രമേ ആർക്ക് ലഭിക്കുകയുള്ളൂ, ഗവൺമെൻറ്റിന് ലഭിക്കുകയുള്ളൂ. ഗവൺമെൻറ് ആണ്, അവരാണ് പൈസ തന്നത് അല്ലെങ്കിൽ സർക്കാരാണ് അല്ലേ എന്നുള്ള ഒരു പ്രയോറിറ്റി ആർക്ക് കിട്ടത്തില്ല, ഗവൺമെൻറ്റിന് കിട്ടത്തില്ല. മറ്റുള്ള
അംഗങ്ങൾക്ക് ലഭിക്കുന്ന അതേ പരിഗണന മാത്രമേ നമ്മൾ ആർക്ക് നൽകുന്നുള്ളൂ, സർക്കാരിന് നൽകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ലഭിക്കുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് മറ്റുള്ള അംഗങ്ങൾക്ക് ലഭിക്കുന്ന അതേ ഡിവിഡൻഡ് തന്നെയായിരിക്കും ആർക്ക് ലഭിക്കുക, സർക്കാരിന് ലഭിക്കുക, അല്ലേ? ഇനി അടുത്ത് നമ്മൾ ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താണ്? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത് സർക്കാർ അപ്പെക്സിന് കൊടുക്കുന്ന തുകയാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് സെൻട്രൽ സൊസൈറ്റീസിന് ഫണ്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ഷെയറുകൾ മേടിക്കാനോ വേണ്ടിയിട്ടാണ് അപ്പെക്സ് സൊസൈറ്റികൾ എന്ത് ചെയ്യുന്നത്, ഇത്തരം ഫണ്ടുകളെ ഉപയോഗിക്കുന്നത്, അല്ലേ? ഈ കാര്യങ്ങളല്ലാതെ ഈ ഫണ്ടിനെ തിരികെ സർക്കാരിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ പൊതുവേ 3 കാര്യങ്ങൾക്ക് മാത്രമാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതുപയോഗിച്ച് നമുക്ക് ലിമിറ്റഡ് സൊസൈറ്റീസിൻ്റെ ഷെയർ മേടിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൻട്രൽ സൊസൈറ്റീസിന് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഇതിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സർക്കാരിലേക്ക് പണം തിരികെ നൽകുന്നതിന് വേണ്ടി മാത്രമാണ് എന്തിനെ നമ്മൾ ഉപയോഗിക്കുക, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിനെ ഉപയോഗിക്കുക എന്നും പറയുന്നു. ഓക്കെ, ഇനി അടുത്ത കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ നാച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ടു, അല്ലേ? എന്താണ്? നമ്മളിത് വായിക്കുമ്പോഴേക്കും നമുക്ക് ഓൾറെഡി മനസ്സിലായി ഇതെന്താണ്, ഇത് മാച്ച് ദ ഫോളോയിങ് ആണെന്ന് മനസ്സിലായി, അല്ലേ? അപ്പോൾ എന്നാലും ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഒന്ന് വായിച്ചു വിടുക. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ബാക്കിൽ നിന്ന് അതിൻ്റെ പിന്നാലെ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ശ്രമിക്കരുത്. പെട്ടെന്ന് തന്നെ ഇത് വായിച്ചു വിടുക. കാരണം നമുക്ക് ഓൾറെഡി ഇത് മനസ്സിലായി ഇത് മാച്ച് ദ ഫോളോയിങ് ആണെന്ന്, അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. മാച്ച് ദ സെക്ഷൻ ആസ് പെർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് ടൈപ്പ് ഓർ ഫീച്ചർ ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ്സ് അപ്രോപ്രിയേറ്റ്ലി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിലെ കാമ്പായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതാണ്, മാച്ച് ദ സെക്ഷൻ ആസ് പെർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, അല്ലേ? ഇത് മാത്രമാണ് അതിൻ്റെ കാമ്പായിട്ടുള്ള ഭാഗം. മറ്റ് കാര്യങ്ങളൊന്നും വായിക്കാതിരിക്കുക. വായിച്ചാൽ കൂടുതൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകാനേ സാധ്യതയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നോക്കുക, നിങ്ങൾ ഡയറക്റ്റ് സബ്സ്ക്രിപ്ഷൻ ടു ഷെയർ ക്യാപിറ്റൽ ബൈ ഗവൺമെൻറ്, അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതാണ് 42 എന്ന് പറഞ്ഞതാണ്, അല്ലേ? അപ്പോൾ 1C, അല്ലേ? 1C. അപ്പോൾ പരിശോധിക്കാം നമുക്കിവിടെ 1C, അല്ലേ? 1C. അപ്പോൾ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയിലുമാണ് ആദ്യത്തെ ഓപ്ഷൻ എന്തായി കിടക്കുന്നത്, സി ആയിട്ട് കിടക്കുന്നത്, അല്ലേ? ഇനി അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ, ഞാൻ ഇത് പരിശോധിക്കുന്ന രീതിയാണ് പറഞ്ഞു തരുന്നത്. ഞാനാണ് ഈ ഒരു എക്സാം എഴുതിയിരുന്നെങ്കിൽ ഇങ്ങനെയായിരിക്കും പരിശോധിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ അടുത്തത് എയും ആണ്, നമുക്കവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ കഴിയില്ല. അടുത്തത് ഡിയും ബിയും ആണ്, അല്ലേ? അപ്പോൾ നമുക്കതൊന്ന് പരിശോധിക്കാം. ഡി എന്ന് പറയുന്നത്, അല്ലേ? ഡി എന്ന് പറയുന്നത് 3D എന്നാണ് പറയുന്നത്. അതൊന്ന് പരിശോധിക്കാം. 3 എന്ന് പറയുന്നത് ഡിസ്പോസൽ ഓഫ് PSPFും SSPFും ആണ്, അല്ലേ? PSPFിനെ SSPFിനെ ഡിസ്പോസ് ചെയ്യലാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഏതാണ്? സെക്ഷൻ 50, അല്ലേ? ആണെന്നാണ് എന്ത് ചെയ്യുന്നത്, ഓപ്ഷൻ സിക്കകത്ത് പറയുന്നത്, അല്ലേ? അല്ല, സെക്ഷൻ 51 എന്നാണ് ഏതിനകത്ത് പറയുന്നത്, നമ്മുടെ സിക്കകത്ത് പറയുന്നത്. ഇനി അടുത്തത് ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓർ ഡിവിഡൻഡ്, അല്ലേ? ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓർ ഡിവിഡൻഡ് എത്രയാണ്? സെക്ഷൻ 50 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇതിൽ മനസ്സിലായി എന്തോന്നാണ്, ഓപ്ഷൻ സി ആയിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, അല്ലേ? കാരണം എന്താണ്, നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. ഏതാണ്? ഓപ്ഷൻ സിയിൽ പറയുന്നത് പോലെ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ, ഡി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത് സെക്ഷൻ എത്രയാണ്? സെക്ഷൻ 50. ഡിസ്പോസൽ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ആൻഡ് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത് സെക്ഷൻ 51 ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരൊറ്റ ചോദ്യ പേപ്പറിൽ നിന്ന് തന്നെ ഫണ്ട് എന്ന് പറയുന്ന മേഖലയിൽ നിന്നും ഇത് 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വായിച്ച് പെട്ടെന്ന് തന്നെ ഇത് മാച്ച് ചെയ്ത് കളയാൻ കഴിയും നമുക്ക്. ഇപ്പോൾ ഡയറക്റ്റ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം എന്തോന്നാണ്, 42 ആണെന്നറിയാം. ഇനി പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 44 ആണെന്നറിയാം, അല്ലേ? അതിൽ ഡിസ്പോസലും പിന്നെ അതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റൽ, ഡിസ്പോസൽ ഓഫ് PSPFും ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ തമ്മിലാണ് തിരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ ഡിസ്പോസൽ ഓഫ് PSPF എന്ന് പറയുന്നത് 51, ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 ആണ്, അല്ലേ? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ ഒന്ന് പെട്ടെന്നൊന്ന് പരിശോധിച്ച് പോകാം. ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. 42 പറയുന്നത് ഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ്, 44 പറയുന്നത് PSPF, 50 പറയുന്നത് ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ്, 51 പറയുന്നത് ഡിസ്പോസൽ ഓഫ് PSPF ആൻഡ് SSPF ഓൺ വൈൻഡിങ് അപ്പ്, അല്ലേ? വൈൻഡിങ് അപ്പ് സമയത്ത് ഈ PSPFനെയും SSPFനെയും എങ്ങനെ ഡിസ്പോസ് ചെയ്യും എന്നുള്ളതാണ് 51 പറയുന്നത്. ഇനി അടുത്ത് ഇതിൽ 46 എന്ന് പറയുന്ന സെക്ഷനും അതുപോലെ 52 എന്ന് പറയുന്ന സെക്ഷനും രണ്ടിലും തമ്മിൽ ഒരു ക്ലാഷ് ആകാനുള്ള സാധ്യത കൂട്ടുകാർക്കുണ്ടാവും. 46 എന്ന് പറയുന്നത് അപ്രൂവൽ ഓഫ് ഗവൺമെൻറ്
ഫോർ പർച്ചേസ് ഓഫ് ഷെയർസ് അല്ലേ, ഷെയർസ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ അംഗീകാരമാണ് ഏതിനകത്ത് പറയുന്നത് 46-നകത്ത് പറയുന്നത്. 52 എന്ന് പറയുന്നത് എഗ്രിമെൻറ്റ് ബൈ ഗവൺമെൻറ് ആൻഡ് അപ്പെക്സ് സൊസൈറ്റി അല്ലേ, അപ്പെക്സ് സൊസൈറ്റിയും ഗവൺമെൻറ്റും തമ്മിലുള്ള എന്താണ് എഗ്രിമെൻറ്റിനെ പറ്റിയിട്ടാണ് ഏതിനകത്ത് പറയുന്ന 52-നകത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുത് കൂട്ടുകാർ, ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും, അതായത് വരാൻ പോകുന്ന പരീക്ഷകളിൽ ഉറപ്പായും ഈ ഒരു ഭാഗത്ത് നിന്നും എന്തോന്നുണ്ടാവും, ചോദ്യം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത റീസെൻ്റ് ആയിട്ട് നമ്മൾ മുന്നിൽ കാണുന്ന ഏറ്റവും വലിയ പരീക്ഷ എന്ന് പറയുന്നത് KS കാർഡ് ബാങ്കിൻ്റെ പരീക്ഷയാണ്. അതിനുറപ്പായും ഫണ്ടെന്ന് പറയുന്ന മേഖലയിൽ നിന്നും 1 മുതൽ 3 ചോദ്യങ്ങൾ വരെ ഉണ്ടാകാനുള്ള സാധ്യത 90% മുകളിലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഫണ്ടെന്ന് പറയുന്ന മേഖല നന്നായിട്ട് പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് കോമ്പിനേഷൻസ് ഡസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഫോം ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ടു സൊസൈറ്റീസ്? ഓക്കെ, സൊസൈറ്റീസിന് സ്റ്റേറ്റ് എയ്ഡിൻ്റെ രൂപത്തിലേക്ക് മാറ്റുന്ന വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഡസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഫോം ഓഫ് സ്റ്റേറ്റ് എയ്ഡ്? സ്റ്റേറ്റ് എയ്ഡ് എന്ന് പറയുന്ന ആ ഒരു രൂപത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന കോമ്പിനേഷൻസ് ഏതൊക്കെയാണ് എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് അതൊന്ന് നോക്കാം. ഒന്ന്, ഗ്യാരണ്ടി റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ എ സൊസൈറ്റി അല്ലേ. അപ്പോൾ എന്താണ്, ഒരു സൊസൈറ്റി ഇഷ്യൂ ചെയ്യുന്ന പ്രിൻസിപ്പിൾസിൻ്റെ എന്തോന്നാണ് റീപേയ്മെൻറ്റിലും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിൻ്റെ പേയ്മെൻറ്റിലും ഒക്കെ ഗ്യാരണ്ടി നിൽക്കുന്നു എന്നാണ്. അത് ഒരു സഹായമാണ്, അതായത് സംസ്ഥാനം അല്ലെങ്കിൽ സർക്കാർ ചെയ്തു കൊടുക്കുന്ന ഒരു സഹായമാണ് എന്ന് പറയുന്നു. രണ്ടാമത്തത് എന്തോന്നാണ്, ഗ്യാരണ്ടി ദ റീപേയ്മെൻറ്റ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ ഷെയർ ക്യാപിറ്റൽ തിരികെ അടയ്ക്കുന്നതും അതിൻ്റെ ഡിവിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതിൽ ഗ്യാരണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നു. ഇനി അടുത്ത് പറയുന്നത് എന്താണ്, ഗ്യാരണ്ടി ദ റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ്. അടുത്ത് ഗ്യാരണ്ടി ദ റീപേയ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് റിസീവ്ഡ് ബൈ ദ സൊസൈറ്റി ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സച്ച് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ ഇതിനകത്ത് എന്തോന്നാണ്, ഏത് കോമ്പിനേഷനാണ് സ്റ്റേറ്റ് എയ്ഡ് എന്നാണ് ചോദിക്കുന്നത്. ഇതിനകത്ത് 1, 2 and 3 എന്ന് പറയുന്നുണ്ട്, അതുപോലെ 1, 3 and 4 എന്ന് പറയുന്നുണ്ട്, 2, 3 and 4 എന്ന് പറയുന്നുണ്ട്, ഇതിലൊന്നും അല്ല എന്ന് പറയുന്നുണ്ട് അല്ലേ. നമ്മളിതിൽ വായിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്കിതിലെല്ലാ ഉത്തരവും എന്തോന്നാണ് ശരിയായിട്ട് തോന്നാം അല്ലേ, അതായത് എല്ലാം ശരിയായിട്ട് തോന്നാം, ഫീൽ ചെയ്യാം എന്നൊക്കെ എന്താണ് നമുക്ക് ഉള്ളിലൊരു തോന്നലുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് മിക്ക കുട്ടികളും പഠിക്കാതെ ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു ഭാഗമാണ് ഈ സ്റ്റേറ്റ് എയ്ഡ് എന്ന് പറയുന്നത്. കാരണം അതൊരു പട്ടിക പോലെ ഇങ്ങനെ നിരന്ന് കിടക്കുന്നതുകൊണ്ട് അതങ്ങനെ കുട്ടികൾ വായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മെനക്കെടാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് നിന്ന് തന്നെയാണ് എന്ത് ചോദിച്ചിട്ടുള്ളത്, ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അത് വ്യക്തമായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ കഴിയൂ, ആൻസർ എഴുതാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. അതിന് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇതിലെ എല്ലാ ഉത്തരവും എന്തോന്നായിരുന്നു, കറക്റ്റായിരുന്നു. ഓക്കെ, ഇതിലെല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. ഡെപ്പോസിറ്റിന് ഗ്യാരണ്ടി ഉണ്ടോ എന്ന് കേട്ടാൽ ഡെപ്പോസിറ്റിന് ഗ്യാരണ്ടി ഉണ്ട്, പ്രിൻസിപ്പളിന് ഗ്യാരണ്ടി ഉണ്ടോ എന്ന് കേട്ടാൽ പ്രിൻസിപ്പളിന് ഗ്യാരണ്ടി ഉണ്ട്, ഷെയർ ക്യാപിറ്റലും അതിൻ്റെ ഡിവിഡൻറ്റിന് ഗ്യാരണ്ടി ഉണ്ടോ എന്ന് കേട്ടാൽ അതിന് ഗ്യാരണ്ടി ഉണ്ട്, പ്രിൻസിപ്പൽ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇതിന് ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റും അതുപോലെ പ്രിൻസിപ്പൽ പേയ്മെൻറ്റിനും വേണ്ടിയിട്ട് ഗ്യാരണ്ടി ഉണ്ടോ എന്ന് കേട്ടാൽ ഇതിനെല്ലാം ഗ്യാരണ്ടി നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ സർക്കാരിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഏതാണ് സെക്ഷൻ 53 എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ ഈ സ്റ്റേറ്റ് എയ്ഡ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തെ പറ്റിയിട്ട് പഠിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ വിശകലനം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്ന്, സെക്ഷൻ 53 എന്ന് പറയുന്നത് അതർ ഫോം ഓഫ് സ്റ്റേറ്റ് എയ്ഡ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ നിന്നുമാണ് വരുന്നതെന്ന് പറഞ്ഞു. ഇനി അതിനകത്ത് പറയുന്നു എന്തോന്നാണ്, എന്തൊക്കെ തരം സഹായങ്ങളാണ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു സർക്കാർ കൊടുക്കുക എന്ന് പറയുന്നു. അതെ, അതിൽ ഒന്നാമത്തതാണ് എന്ത് കൊടുക്കുക, ലോൺ കൊടുക്കുക, അഡ്വാൻസ് കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ എന്താണ്, ഡിബഞ്ചേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ തിരികെ അടയ്ക്കുന്നതിന് ഗ്യാരണ്ടി, അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടുന്നതിനുള്ള ഗ്യാരണ്ടി ആയിട്ട് ആര് നിൽക്കുന്നു, സർക്കാർ നിൽക്കുന്നു അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ഇടയ്ക്കൊക്കെ വിളിച്ചപ്പോൾ പഠിക്കുമ്പോൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് ഗ്യാരണ്ടി നിൽക്കുന്നത് ആരാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ KS കാർഡ് ബാങ്കിലൊക്കെ പഠിച്ച സമയത്ത് അല്ലേ, ആ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. KS കാർഡ് ബാങ്ക് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സിന് ഗ്യാരണ്ടി നിൽക്കുന്നത് ആരാണ് അല്ലേ, ആരാണ്, സർക്കാരാണ് അല്ലേ. അപ്പോൾ അത് എന്തിനൊക്കെയാണ് ഗ്യാരണ്ടി, അതിൻ്റെ പ്രിൻസിപ്പളിനും ഗ്യാരണ്ടി ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ എന്തോന്നാണ് ഇൻട്രസ്റ്റിനും ഗ്യാരണ്ടി നിൽക്കാറുണ്ട്. ഇനി അടുത്ത് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ അല്ലെ, സൊസൈറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന ഷെയർ ക്യാപിറ്റലും അതിൻ്റെ ഡിവിഡൻറ്റിന് ഗ്യാരണ്ടി നിൽക്കാറുണ്ട്. ഇനി അതുപോലെ തന്നെ എന്തോന്നാണ് പ്രിൻസിപ്പിളും അതുപോലെ തന്നെ എന്താണ് ലോൺസിൻ്റെ പ്രിൻസിപ്പിൾ അടയ്ക്കുന്നതിനും അഡ്വാൻസസിനും ഒക്കെ ഗ്യാരണ്ടി നിൽക്കാറുണ്ട്. ഡെപ്പോസിറ്റ്സ് ഉണ്ടെങ്കിൽ ആ ഡെപ്പോസിറ്റ്സിന് ഗ്യാരണ്ടി ആര് നിൽക്കാറുണ്ട്, സർക്കാർ നിൽക്കാറുണ്ട് അല്ലേ. അപ്പോൾ മറ്റ് തരത്തിലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തെല്ലാമാണ്, ഗ്രാൻഡ്, സബ്സിഡി എന്നീ മറ്റ് സഹായങ്ങളും ആര് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, സർക്കാർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി
മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത് പറയുന്നത് സെറ്റ് ഓഫ് എനി ഡ്യൂസ് ടു ഗവൺമെൻറ് ഔട്ട് ഓഫ് ദ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഗിവൺ അണ്ടർ ദിസ് സെക്ഷൻ അല്ലേ. അതായത് ഗവൺമെൻറ്റിന് എന്തോന്നായിട്ടുള്ള ഡ്യൂ ആയിട്ടുള്ള ഏതൊരു കാര്യത്തിനും എന്തോന്ന് ചെയ്യുന്നു, അവർ ഗ്യാരണ്ടി നിൽക്കുന്നു, അല്ലെങ്കിൽ അതിന് സഹായം കൊടുക്കുന്നു. ആര് സഹായം കൊടുക്കുന്നു? സർക്കാർ സഹായം കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെന്ന് പറയുന്നത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ഈ ഒരു സെക്ഷൻ 53 എന്ന് പറയുന്ന അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ബൈ ഗവൺമെൻറ് എന്ന് പറയുന്ന ടു സൊസൈറ്റീസ് എന്ന് പറയുന്ന എന്താണ് ഈ ഒരു കാറ്റഗറിയിൽ നിന്നുമാണ് ഈ അടുത്ത ചോദ്യം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ സ്റ്റേറ്റ് എയ്ഡ് അല്ലെങ്കിൽ എയ്ഡ് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഫണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫണ്ട്സ് സ്റ്റേറ്റ് എയ്ഡ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ നിന്നും ഈ ഒരു പരീക്ഷയ്ക്ക് മാത്രം ചോദിച്ചത് നമ്മൾ ഇതുവരെ വിശകലനം ചെയ്തത് 4 ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്? വിശകലനം ചെയ്തത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനും കൂടെ ഒന്ന് പരിശോധിക്കാം. അടുത്ത ക്വസ്റ്റ്യനും ഇതേ എന്താണ് കാറ്റഗറിയിൽ നിന്ന് തന്നെയാണ് ഇതേ ക്വസ്റ്റ്യനും വരുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഇഫ് എ സൊസൈറ്റി ഇൻ വിച്ച് ഷെയർസ് ആർ പർച്ചേസ്ഡ് ഫ്രം ദ മണീസ് ഇൻ ദ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഈസ് ഡിസോൾഡ് ഓർ ഊണ്ടപ്പ് അല്ലേ. അതാണ്, അതായത് ഒരു സൊസൈറ്റി ഇൻ വിച്ച് ദ ഷെയർസ് ആർ പർച്ചേസ്ഡ് ഫ്രം ദ മണി ഇൻ ദ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. അപ്പോൾ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നും പണം എടുത്തുകൊണ്ട് വാങ്ങിയ ഒരു സൊസൈറ്റിയുടെ ഷെയറുകൾ സൊസൈറ്റി എന്ത് ചെയ്തു? ഡിസോൾവ് ആയിപ്പോയി അല്ലേ. അതായത് ഞാനിപ്പോൾ കുറച്ച് പണം എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? മറ്റൊരാളുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്യുന്നു? കുറച്ച് എൻ്റെ പണം എടുത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്? മറ്റൊരാളുടെ കയ്യിൽ നിന്നും കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നു അല്ലേ. അപ്പോൾ ആ സാധനങ്ങൾ മുഴുവനും തന്നു തീർക്കുന്നതിന് മുന്നേ തന്നെ ആൾ എന്ത് ചെയ്തു? പോയി. ആൾ ഇവിടെ നിന്ന് പോയി അല്ലേ. ആളിനെ കാണാനില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യമാണ് നമ്മൾ ഇൻഡെമിനിറ്റി എന്ന് പറഞ്ഞിട്ട് 49ാമത്തെ സെക്ഷനകത്ത് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതായത് ഒരു സഹകരണ സംഘത്തിലേക്ക് സർക്കാർ കുറച്ച് തുക നൽകുകയാണ് അല്ലേ. സർക്കാർ 2 തരത്തിലാണ് ഒരു സഹകരണ സംഘത്തിൻ്റെ ഷെയറുകൾ മേടിക്കുക. ഡയറക്റ്റായി മേടിക്കുന്നു, ഇൻഡയറക്റ്റായി മേടിക്കുന്നു. ഡയറക്റ്റായി മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പെക്സ് സൊസൈറ്റീസിൻ്റെ ഷെയറുകളുമായാണ് ഡയറക്റ്റ് കണക്ഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സർക്കാർ എന്ത് ചെയ്യുന്നു? ഇൻഡയറക്റ്റായി മറ്റുള്ള സഹകരണ സംഘങ്ങളിലൂടെ, അതായത് അപ്പെക്സ് സഹകരണ സംഘത്തിലൂടെ മറ്റുള്ള സഹകരണ സംഘങ്ങളുടെ ഷെയറുകൾ മേടിക്കും. അതാണ് ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ സർക്കാർ കൊടുത്ത പണം ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു സൊസൈറ്റിയുടെ ഷെയറുകൾ വാങ്ങി വെച്ചു. പക്ഷേ ആ സൊസൈറ്റി എന്ത് ചെയ്തു? ആ സൊസൈറ്റി ഡിസോൾവ് ആയി. ആ സൊസൈറ്റി എന്ത് ചെയ്തു? ഡിസോൾവ് ആയി. ദ അതോറിറ്റി ഹാവിംഗ് ക്ലെയിം അഗെയിൻസ്റ്റ് സെൻട്രൽ സൊസൈറ്റി which purchased shares in respect of any loss arising from such purchases are അല്ലേ. എന്താ പറയുന്നത്? നമ്മുടെ ആ ഒരു നഷ്ടം സംഭവിച്ചതിലുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അല്ലേ ആരുടെ തലയിലേക്കാണ് വെക്കുന്നത്? അല്ലെങ്കിൽ ആരാണ് ആ ഒരു ഉത്തരവാദിത്തത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നത് അല്ലേ. അല്ലെങ്കിൽ ആ ഒരു പണം തിരികെ നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നത് ആരാണ്? ദ അതോറിറ്റി ഹാവിംഗ് ക്ലെയിം അഗെയിൻസ്റ്റ് സെൻട്രൽ സൊസൈറ്റി അല്ലേ. അതായത് സെൻട്രൽ സൊസൈറ്റിക്കെതിരെ ഒരു ക്ലെയിമുമായി മുന്നോട്ട് വരുന്നു, ഒരു അവകാശവാദവുമായി മുന്നോട്ട് വരുന്നു. വിച്ച് പർച്ചേസ്ഡ് ഷെയർസ് അല്ലേ. അതിന് അവകാശവാദം എന്ന് പറയുന്നതിന് കാരണം സൊസൈറ്റിയാണ് എന്ത് ചെയ്തത്? ഷെയർ മേടിച്ചത് അല്ലേ. നീയല്ലേ പറഞ്ഞ് എന്ത് ഷെയർ മേടിച്ചത്, അപ്പം നീയാണ് അതിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞുകൊണ്ട് ഒരവകാശവാദവുമായി മുന്നോട്ട് വരുന്നു. ഇൻ റെസ്പെക്ട് ഓഫ് എനി ലോസ് അറൈസിങ് ഫ്രം സച്ച് പർച്ചേസസ് അല്ലേ. അത് ആരാണ് അത്തരത്തിലൊരു അവകാശവാദവുമായി മുന്നോട്ട് വരുന്നത്? സർക്കാരാണോ? അപ്പെക്സ് സൊസൈറ്റിയാണോ? 2 പേരും കൂടാണോ? 2 പേരും വരുന്നില്ലയോ എന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. കാരണം 2 പേരും എന്ത് ചെയ്യുന്നില്ല? മുന്നോട്ട് വരുന്നില്ല അല്ലേ. നമുക്കിതിൽ മനസ്സിലാക്കാവേണ്ട കാര്യമെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിനെയാണ് 49, അതായത് സെക്ഷൻ 49 ഇൻഡെമിനിറ്റി എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്താണ് ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത്? ഇൻഡെമിനിറ്റി എന്ന് പറഞ്ഞാൽ നഷ്ട ഉത്തരവാദിത്തം എന്നാണ് അർത്ഥം. എന്താ നഷ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത്? നഷ്ട ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളൊരു സഹകരണ സംഘത്തിൽ നിന്നും ഷെയറുകൾ മേടിക്കുകയുണ്ടായി. പക്ഷേ ദൗർഭാഗ്യത്താൽ ആ സഹകരണ സംഘം എന്ത് ചെയ്തു? പൊളിഞ്ഞു പോയെങ്കിൽ ആ ഷെയറുകൾ മേടിച്ചതിലൂടെ ഉണ്ടായ നഷ്ടമെന്ന് പറയുന്നത് സർക്കാർ ഒരിക്കലും ആ ഷെയർ വാങ്ങിയ സൊസൈറ്റികളുടെ തലയിൽ എന്ത് ചെയ്യുകയില്ല? ഇടുകയില്ല അല്ലേ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇൻഡെമിനിറ്റി എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ അത് 49ാമത്തെ സെക്ഷനാണ് ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത്. നമുക്കൊന്നുകൂടെ ഒന്ന് പരിശോധിക്കാം. വൈൻഡിങ് അപ്പ് സമയത്ത് അപ്പെക്സ് സൊസൈറ്റി PSPFലെ എന്താണ് പണം എന്ന് പറയുന്നത്
to the credit of or payable to principal state partnership fund shall be paid to government. അല്ലേ? അതായത് വൈൻഡപ്പ് ആകുന്നത് ഒരു അപ്പെക്സ് സൊസൈറ്റി ആണെങ്കിൽ, ശ്രദ്ധിച്ച് കേൾക്കുക, വൈൻഡപ്പ് ആകുന്നത് ഒരു അപ്പെക്സ് സൊസൈറ്റി ആണെങ്കിൽ ആ അപ്പെക്സ് സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്ത പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടും വൈൻഡപ്പ് ആകും. അല്ലേ? അപ്പോൾ അപ്പെക്സ് സൊസൈറ്റി വൈൻഡപ്പ് ആകുന്ന സമയത്ത് അവരുപയോഗിച്ചു കൊണ്ടിരുന്ന പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഓട്ടോമാറ്റിക്കലി ആരുടെ കൈകളിലേക്ക് പോകുന്നു? അത് നൽകിയ സർക്കാരിൻ്റെ കൈകളിലേക്ക് പോകുന്നു. ഇനി അടുത്ത രണ്ടാമത്തെ കാര്യം പറയുന്നു, സെൻട്രൽ സൊസൈറ്റി ആണ് വൈൻഡപ്പ് ചെയ്യുന്നത് എങ്കിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ആരാണോ അവർക്ക് ആ പണം നൽകിയത് അവരിലേക്ക് തിരികെ കൊടുക്കുന്നു. അല്ലേ? ആരാണ് അവർക്ക് ആ പണം നൽകിയത്? അവർക്ക് പണം നൽകിയത് അപ്പെക്സ് അല്ലേ? അപ്പോൾ ഒരു സെൻട്രൽ സൊസൈറ്റി വൈൻഡപ്പ് ആകുന്ന സമയത്ത് അവരുപയോഗിച്ചു കൊണ്ടിരുന്ന സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ആരിലേക്ക് തിരികെ പോകുന്നു? അപ്പെക്സിലേക്ക് തിരികെ പോകുന്നു. അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്. ഏതെന്ന് പറയുന്നത് സെക്ഷൻ 51 ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയുന്നത് കേട്ടോ. 51 സെക്ഷൻ 51 പറയുന്നത് എന്താണ്? നമ്മുടെ ഈ വൈൻഡപ്പ് സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ഒരു സെൻട്രൽ സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു അപ്പെക്സ് സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യുമ്പോഴോ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ഇനി 49 പറയുന്നത് എന്താണ്? ഇൻഡെമിനിറ്റിയാണ്. ഓക്കെ, 49 എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നത് ഇൻഡെമിനിറ്റിയാണ്. അതായത് നഷ്ട ഉത്തരവാദിത്വം എന്നാണ് നമ്മൾ ഇതിനെ പറയുക കേട്ടോ. എന്താ പറയുക? നഷ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നു. അപ്പോൾ മനസ്സിലായല്ലോ. ഇതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ 51 സെക്ഷൻ എന്ന് പറയുന്നത്. 49 ഇൻഡെമിനിറ്റിയാണ്, നഷ്ട ഉത്തരവാദിത്വം. ഓക്കെ അല്ലേ? ശരി. ഇനി അതിനകത്ത് പറയുന്നത് നോക്കാം. അതായത് ഏതെങ്കിലും ഒരു സൊസൈറ്റി ഷെയർസ് പർച്ചേസ് ചെയ്തു, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നോ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നോ പണം ഉപയോഗിച്ചുകൊണ്ട് സൊസൈറ്റി ഷെയറുകൾ പർച്ചേസ് ചെയ്തു. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ സൊസൈറ്റി പൂട്ടിപ്പോയി. അതായത് നമ്മൾ മേടിച്ച ഷെയറുകളുള്ള ആ സൊസൈറ്റി പൂട്ടിപ്പോയി. അത് വൂണ്ടപ്പായി. അല്ലേ? അപ്പോൾ അങ്ങനെ വൂണ്ടപ്പായപ്പോൾ ആ പണം, അതായത് ഈ ഷെയറുകൾ മേടിക്കുന്നതിനായി ചിലവാക്കിയ പണം, അല്ലേ, അത് സർക്കാരിൻ്റെ പണമാണ്. അത് സർക്കാർ ആവശ്യപ്പെടേണ്ടതാണ്, സർക്കാർ ചോദിക്കണം അത്, അല്ലേ? പക്ഷെ സർക്കാർ എന്ത് ചെയ്യുന്നില്ല? അത്തരത്തിൽ ക്ലെയിമുകളായൊന്നും മുന്നോട്ട് വരുന്നില്ല. സർക്കാർ അത്തരത്തിലുള്ള ക്ലെയിമായിട്ട് മുന്നോട്ട് വരുന്നില്ല. നീ അല്ലേ പറഞ്ഞ് മേടിച്ചത്, അതുകൊണ്ട് നീ ഉറപ്പായിട്ടും ആ പണം എനിക്ക് നിൻ്റെ സ്വന്തം കീശയിൽ നിന്നും എടുത്ത് എനിക്ക് തിരികെ തരണമെന്ന് സർക്കാർ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആവശ്യപ്പെടില്ല. സർക്കാർ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്തിട്ട് ആ സൊസൈറ്റിയുടെ ലിക്വിഡേഷൻ പ്രൊസീഡിങ്സ് നടക്കുന്ന സമയത്ത് ആദ്യം തന്നെ റിയലൈസ് ചെയ്യുന്ന എമൗണ്ട് ആരെടുക്കുന്നു? സർക്കാർ എടുക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ സർക്കാർ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? ആ സൊസൈറ്റിയുടെ ലിക്വിഡേഷൻ പ്രൊസീഡിങ്സിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ സർക്കാർ ആർക്കെടുക്കുന്നു? നമ്മുടെ സർക്കാരിൻ്റെ പ്രൊസീഡിങ്സിന് വേണ്ടിയിട്ട് എടുക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ 49 ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെയാണ്? ശരി. ഇനി അടുത്ത് പറയുന്നു, ഇഫ് എ സൊസൈറ്റി ഇൻ വിച്ച് ഷെയർസ് ആർ പർച്ചേസ്ഡ് ഫ്രം ദ മണി ഇൻ ദ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഈസ് വൂണ്ടപ്പ്. അല്ലേ? അതിപ്പോൾ രണ്ട് ഫണ്ടിൻ്റെ കാര്യത്തിലായിരുന്നാലും അങ്ങനെ തന്നെയാണ്. അല്ലേ? രണ്ട് ഫണ്ടിൻ്റെ, ഇപ്പം അപ്പെക്സിൽ നിന്ന് ഫണ്ട് എടുത്തുകൊണ്ട് വാങ്ങിയാലും അതുപോലെ സബ്സിഡറിയിൽ നിന്ന് ഫണ്ട് എടുത്തുകൊണ്ട് വാങ്ങിയാലും ഒക്കെ നഷ്ടം സംഭവിക്കുമ്പോൾ സർക്കാർ ഒരിക്കലും ഇത്തരം ക്ലെയിമുകളുമായി മുന്നോട്ട് വരില്ല. അല്ലെങ്കിൽ അപ്പെക്സ് ഒരിക്കലും ഇത്തരം ക്ലെയിമുകളുമായി മുന്നോട്ട് വരില്ല. അവർ വെയിറ്റ് ചെയ്തതിന് ശേഷം എന്നാണോ ആ സൊസൈറ്റിയുടെ ലിക്വിഡേഷൻ പ്രൊസീഡിങ്സ് തുടങ്ങുന്നത്, അതിലാദ്യം റിയലൈസ് ചെയ്യുന്ന എമൗണ്ട് ആർക്കുള്ളതാണ്? അത് സർക്കാരിനുള്ളതാണ്, അല്ലെങ്കിൽ അപ്പെക്സിനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏതെന്ന് പറയുന്നത് ഇൻഡെമിനിറ്റി എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ്റെ ചുരുക്കം. ഓക്കെ, അപ്പോൾ 2024 കേരള ബാങ്ക് പരീക്ഷയ്ക്ക് ചോദിച്ച ക്ലർക്ക് തസ്തികയിലേക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലോ എന്ന് പറയുന്ന പോർഷനിൽ നിന്നും ഫണ്ട് സ്റ്റേറ്റ് എയ്ഡ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിലെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഇതിനോടകം വിശകലനം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്നും ഏകദേശം 5 ചോദ്യങ്ങൾ വരെ നമ്മൾ വിശകലനം ചെയ്തു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒഴിവാക്കേണ്ട ഭാഗമല്ല എന്നാണ്. ഉറപ്പായും ഇതിനകത്ത് നിന്നും എന്തോന്നുണ്ടാവും? ചോദ്യങ്ങളുണ്ടാവും. ചോദ്യങ്ങൾ വളരെ മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയും. ഇത് മാത്രം ചെയ്താൽ മതി, ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചിട്ട് നിങ്ങൾ അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് എയ്ഡ് എന്ന് പറയുന്ന ആ ഒരു മേഖല നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ അത് പഠിക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്നും ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും, ഉത്തരവെഴുതാൻ കഴിയും.
അപ്പോൾ ഈ ഒരു ക്ലാസ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വളരെയധികം ഉപയോഗപ്രദമായി എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു വിശ്വസിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ബോർഡ് മറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കമൻറ്റുകൾ ക്ലാസ്സിൽ വീഡിയോയ്ക്ക് താഴെ വരികയുണ്ടായി. അത് ബോർഡ് മറഞ്ഞത് വെട്ടം, അതായത് ലൈറ്റിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ബോർഡിലേക്ക് ഞാനിങ്ങനെ കണ്ടൻറ്റിൻ്റെ അവിടോട്ട് ഇങ്ങനെ കയറി നിന്നത്. അപ്പോൾ ഇത്തവണത്തെ ക്ലാസ് അത് ശരിയായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ അതിന് ഞാനൊരു സോറി പറയുവാണ് നിങ്ങളടുത്ത് എല്ലാവരുടെ അടുത്തും. അപ്പോൾ എന്തായാലും ഈ ഒരു ക്ലാസ് എല്ലാവരും ഉപയോഗപ്രദമാക്കി എടുക്കുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതുവരെ ക്ലാസ് കേട്ടിരുന്ന എല്ലാവരും ഈ ക്ലാസ്സിനെ നല്ലപോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്ത ഒരു പോർഷനായിട്ട് നമുക്ക് വീണ്ടും വരാം. ഈ പാർട്ട് തന്നെയാണ്, അതായത് ഇതേ ക്വസ്റ്റ്യൻസിൻ്റെ ഈ ഭാഗം തന്നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുമായിട്ട് ഞാനിനി അടുത്ത ഒരു ക്ലാസ്സിന് വരും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.